Thank you, kids. As we gather to celebrate, let's invoke the divine spark within us. The lighting of the lamp symbolizes the triumph of knowledge, wisdom, and light over darkness. Let's welcome the radiance and blessings of our esteemed guest. Let's stand together for lighting the lamp. The world is searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer, he's the light and he lights the way. His name is Jesus. Searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer, he's the light and he lights the way. His name is Jesus. Thank you all. With the lighting of the sacred flame, may our hearts be filled with positivity, our minds be enlightened, and our spirits be uplifted. Let's embark on this joyous celebration. Now, I would like to invite Very Reverend Father Dr. John C.C., District Bugar. He's a writer, scholar, and relator who leads a spiritual life. He retires as principal from Pattam St. Mary School and got a national award for his best teacher. He holds qualities like compassion, empathy, and has a strong sense of spirituality and faith. His commitment in serving others and the community is truly admirable. With great respect, I invite Father for the inaugural address. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും പറയാം, നിരാശപ്പെട്ടിരിക്കണ്ട. കാരണം പ്രസംഗിക്കാൻ ആളിനെ കാണുമ്പോഴേ മുഖം എന്ത് ചെയ്യും? വിഷമമാവും. കാരണം ഇത് എപ്പോൾ തുടങ്ങും എപ്പോൾ നിൽക്കും എന്നറിയത്തില്ല. കാരണം പ്രസംഗത്തിന് നാട്ടിൽ ഒരു പഞ്ഞുമില്ല, പ്രവർത്തിക്കാണ് പഞ്ഞ്. ഒന്നുകിൽ ഉണ്ണുന്നവനറിയണം, അല്ലെങ്കിൽ വിളമ്പുന്നവനറിയണം. അപ്പോൾ ഞാൻ വിളമ്പുന്നവനായതുകൊണ്ട് പെട്ടെന്ന് പ്രസംഗം നിർത്താം. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് എൻ്റെ മോന്ത കാണാനല്ല, മുഖം കാണാനല്ല, മറിച്ച് മക്കളുടെ കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, പാത്രത്തിൽ ചവിട്ടുള്ള ഡാൻസ്, പിന്നെ ഭരതനാട്യം, തുമ്പിതുള്ളൽ, ഇങ്ങനെ വേണ്ട പലതും കാണാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും. അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോഴേ ഞാൻ പാട്ട് നിർത്തിക്കൊള്ളാം. വേദിയിൽ ഉപവിഷ്ടയായിരിക്കുന്ന ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ
തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ റവറൻഡ് മദർ ഡെമിഷീൻ SIC, ഏറ്റവും ബഹുമാന്യനായ ചീഫ് ഗസ്റ്റ് ശ്രീ കൃഷ്ണകുമാർ PSI പുനലൂർ, ഇന്നത്തെ നമ്മുടെ ഈ വാർഡിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീമതി M. തജുനിസ, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് പാർവതി ശേഖർ, സ്കൂൾ ലീഡർ BS ശങ്കർ മഹാദേവൻ, ഏറ്റവും ബഹുമാന്യയായ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മാഡ്ലിൻ SIC, മുൻ ഹെഡ്മിസ്ട്രസ്സായി ഇരുന്ന് ഇവിടെ പ്രവർത്തിച്ച് സുത്യർഹമായ സേവനം നിർവഹിച്ച സിസ്റ്റർ എയ്ബൽ SIC, പ്രിയപ്പെട്ട ജസീന്ത സിസ്റ്റർ, ലാളിത്യ ബർണഡീൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷാകർത്താക്കളെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായുള്ളവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ളവരെ, അനുഗ്രഹപ്രദമായ ഒരു സന്ധ്യയാണിത്. കാരണം ഈ സന്ധ്യയിൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന് മുന്നോടിയായി പള്ളിയിൽ ത്രികാല ജപത്തിൻ്റെ മണി മുഴങ്ങി. ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. കാരണം ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് മണിയടിച്ചു എന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ മേഖലയിൽ സദാ നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരാത്മാവാണ് ഈ സ്കൂള്. നമ്മൾ നോക്കിയാൽ അറിയാം, സ്കൂളിൻ്റെ പരിസരമൊക്കെ അങ്ങ് നവോഠയെ പോലെ ഒരുങ്ങി സുന്ദരിയായി നിൽക്കുകയാണ്. ശിരസ് നമിച്ചിത ഇതിൻ്റെ ഈ ആകാശത്തിൻ്റെ ആ മധുരിമയിൽ ഭൂമിയെ ശാന്തമാക്കുവാൻ, ശീതളച്ചായ നൽകുവാൻ മനോഹരമായ വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, അങ്ങനെ വേണ്ട ഈ കൊച്ചു സ്കൂള് ഏവർക്കും കണ്ണിനിമ്പം നൽകുന്ന രീതിയിൽ മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മാഡ്ലിൻ SICയും മദർ ഡെമിഷീനും മറ്റധ്യാപകരും രക്ഷാകർത്താക്കളും PTA-ക്കാരെല്ലാവരും കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളുടെ പ്രാധാന്യം ഏറി വരികയാണ്. പൊട്ട സ്കൂളുകളുടെ അല്ല, മൂല്യങ്ങൾ നൽകുന്ന സ്കൂളുകളുടെ, പണം സമ്പാദിക്കുന്ന സ്കൂളുകളുടെ അല്ല, മറിച്ച് മൂല്യങ്ങൾ നൽകുന്ന യഹോവ ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നും ദൈവത്തിൽ നിലനിന്നുകൊണ്ട് പഠനം അഭ്യസിക്കണമെന്നും അതാണ് ജീവോത്കൃഷ്ടമെന്ന് മനസ്സിലാക്കുവാനും കുട്ടികളെ അനുഗ്രഹിക്കുന്ന ഒരുക്കുന്ന ഒരിടമായിരിക്കണം വിദ്യാലയം. വിദ്യധനം സർവധനാൽ പ്രധാനം. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അറിവാണ്. അറിവുള്ളവൻ ശോഭിക്കും, അറിവില്ലാത്തവൻ ശോഭിക്കുകയില്ല. അരയന്നം എവിടെ നിന്നാലും ശോഭിക്കും. അരയന്നത്തെ പോലെയാണ് അറിവുള്ളവൻ. അറിവില്ലാത്തവൻ കൊക്കുമുണ്ടിയെ പോലെയാണെന്ന് സംസ്കൃതം പറയും. ശോഭതേ ഹംസമധ്യേ ബക്കോയഥ. ഹംസങ്ങളുടെ ഇടയിൽ കൊക്കുമുണ്ടി നിന്നാൽ കൊക്ക് ശോഭിക്കില്ല. ശോഭിക്കുന്നത് ആരാണ്? അരയന്നമാണ്. അരയന്നത്തെ കാണാൻ എന്തൊരു ശോഭ, എന്തൊരു ശാന്തത, എന്തൊരു പ്രസന്നത, എന്തൊരു സംഗീതാത്മകത. ഇങ്ങനെ ഒത്തിരി ഒത്തിരി വർണ്ണങ്ങൾ ചാലിക്കപ്പെട്ട നന്മയുടെ ഒരടയാളമാണ് ഹംസം, അരയന്നം.
എന്നാൽ കൊക്കിന് കാലിൽ നിന്ന് ഉറങ്ങാനേ പറ്റൂ. അറിവില്ലാത്തവൻ ഉറങ്ങിക്കൊണ്ട് ജീവിതം തീർക്കും. എങ്ങനെങ്കിലും പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കണം. സമഗ്രമായ അറിവ് നേടണം. സമഗ്രമായ അറിവ് ത്രിതല രീതിയിലാണ്. 3 തലങ്ങളാണ്, അംശങ്ങളാണ് മനുഷ്യനുള്ളത്: ശരീരം, മനസ്സ്, ആത്മാവ്. ഇത് 3നെയും പരിപോഷിപ്പിക്കാത്ത വിദ്യാഭ്യാസമല്ല, അത് വെറും ആഭാസമാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിൽ അയക്കും. ഏത് സ്കൂളിൽ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. പോയി കഴിഞ്ഞ് ഞാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കും എൻ്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കും അറിയാം എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. എൻ്റെ മക്കളെ പോലെ കാക്കയ്ക്കും കഴുകനും കൊടുക്കാതെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ, സംരക്ഷണത്തിൻ്റെ കീഴിൽ അന്നൊന്നും അവിടെ ഒരു തുള്ളി ലഹരിയുടെ പേര് പോലും കേൾക്കപ്പെടാനില്ല എന്ന് ചിന്തിച്ചാൽ പോലും ഞാൻ അവനെ കണ്ടെത്തി അവനെ നേർവഴിയിൽ കൊണ്ടു നടന്നതുകൊണ്ട് സെന്റ് മേരീസ് എൻ്റെ കാലഘട്ടത്തിൽ പൊങ്ങച്ചം പറയുകയല്ല, ആരോട് ചോദിച്ചാലും പറയും അതിൻ്റെ ഔന്നത്യത്തിലെത്തി. ഇത്രയും വലിയ വിജയം സ്കൂളിന്റെ ചരിത്രത്തിൽ നേടിയിട്ടില്ല. കാരണം ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ അധ്യാപനം നടക്കും, അറിവ് നേടാൻ സാധിക്കും, കുഞ്ഞുങ്ങൾ വളരും. ചോറിനോടൊപ്പം ചൊല്ലും കൊടുക്കണം. മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയാമോ നന്നായിട്ട്? നിങ്ങളുടെ കുഞ്ഞ് ആരാണ്, എന്തായിത്തീരണമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? ജനിച്ചു വീഴുമ്പോൾ മൊബൈൽ അല്ല, ജനിച്ചു വീഴുമ്പോൾ കൊടുക്കേണ്ടത് ഈശ്വരനെ, ദൈവത്തെ, അള്ളാഹുവിനെയാണ്. ഈശ്വരനാമം ചൊല്ലാത്തവൻ പിശാചിന്റെ സന്തതിയാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഉപദേശമാലയിൽ അത് തന്നെയാണ് പറയുന്നത്. പഠിക്കണം. പഠിക്കാത്തവന് വിദ്യ കിട്ടത്തില്ല. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്: ക്ഷണശക കണശ ചെയ്വ വിദ്യാമർത്ഥം ച സാധയ ക്ഷണത്യാഗോ കുതോ വിദ്യ കണത്യാഗോ കുതോ ധനം. ക്ഷണശക കണശ ചെയ്വ, കണങ്ങളും ക്ഷണവും നഷ്ടപ്പെടുത്തുന്നവൻ, ഒരു ചെറിയ നിമിഷം നഷ്ടപ്പെടുത്തുന്നവന് എന്ത് പറ്റും? വിദ്യ നഷ്ടപ്പെടും. ഒരു ചെറിയ കണിക സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നവന് അവന്റെ ധനവും നഷ്ടപ്പെടും. സമ്പത്ത് സൂക്ഷിക്കണം, ക്രമീകരിക്കണം, അറിവ് നേടണം, ക്രമീകരിക്കണം. പുസ്തകസ്ഥേ ജയ വിദ്യ. അടുത്ത സംസ്കൃത ശ്ലോകമാണ് പുസ്തകസ്ഥേ ജയ വിദ്യ. ഏതൊരു വിദ്യയാണോ പുസ്തകത്തിലുള്ളത്, പരഹസ്ഥേ ജയ ധനം, ഏതൊരു ധനമാണോ അവരന്റെ കയ്യിലുള്ളത്, വിദ്യ തത്തതേ സമയാതേ. എന്താ ഒന്നുകൂടി പറയാം: പുസ്തകസ്ഥേ ജയ വിദ്യ, പരഹസ്ഥേ ജയ ധനം, കാര്യകാലേ സമയാതേ. കാര്യവും കാലവും വരുമ്പോൾ സഹായിക്കില്ല. കാര്യവും കാലവും വരുമ്പോൾ സഹായിക്കണമെങ്കിൽ പഠിച്ചത് ഉള്ളിലുണ്ടാകണം. കോപ്പി അടിച്ചാൽ പോരാ. ഒരക്ഷരം പഠിക്കാതെ കോപ്പി അടിക്കുക ഒരു വലിയ മിടുക്കന. ഇവിടെ കയറിയിരിക്കുന്ന എന്താണ്? വൈസ് ചാൻസലറുടെ സീറ്റിൽ പൊട്ടൻ. ഈ പൊട്ടൻ ലോകത്തെ നയിച്ചാൽ എല്ലാവരും, അന്ധനെ വഴി നയിച്ചാൽ എല്ലാവരും കുഴിയിൽ വീഴും. ഫിലോസഫർ മസ്റ്റ് ബി ദ കിങ്. പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ഫിലോസഫർ മസ്റ്റ് ബി ദ കിങ്. അറിവുള്ളവനായിരിക്കണം രാജാവ്, ഫിലോസഫർ ആയിരിക്കണം രാജാവ്. അല്ലാതെ എന്തെങ്കിലും അറിയുന്നവൻ മുറിവൈദ്യൻ ആളിനെ കൊല്ലും. വി നീഡ് ഗുഡ് സ്റ്റുഡൻസ്. നല്ല കുഞ്ഞുങ്ങളെ വേണം. എന്തിന്? നമ്മുടെ തലമുറയെ വാർത്തെടുക്കുവാൻ, തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാനും നിങ്ങളുമൊക്കെ 10-50 വർഷമൊക്കെ കഴിയുമ്പം ഇതാണ് കലറയ്ക്കകത്ത് കിടന്ന് പറയും. കാണത്തില്ലൊന്നും, മരിച്ചു പോകും. അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ വല്ലതുമുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് മൂല്യം കൊടുത്തിട്ടുണ്ടോ? ആരാണ് ദൈവം, എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താണ് നീതി, എന്താണ് നീതിബോധം, എന്താണ് വിശുദ്ധി, എന്താണ് അശുദ്ധി, ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കണം. ആദ്യത്തെ അധ്യാപകൻ
വീട്ടിലെ കുടുംബത്തിലെ മാതാപിതാക്കളാണ്. എൻ്റെ ഏറ്റവും വലിയ ഗുരു എൻ്റെ അമ്മയും എൻ്റെ അപ്പനുമായിരുന്നു. എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ പഠിപ്പിച്ചതും പഠിച്ചതുമെല്ലാം ഞാൻ കേട്ടുപഠിച്ചു. കേട്ടുപഠിച്ചത് കേരള തായ്മൊഴി കൂട്ടിൽ കിടക്കും ആ തത്തക്കുട്ടി എന്ന് പാട്ട് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കേട്ടുപഠിക്കണം. പഠിത്തം എത്ര തരത്തിലുണ്ട്? 3 തരത്തിൽ. ഏതൊക്കെയാ? കേട്ടുപഠിത്തം, കണ്ടുപഠിത്തം, കണ്ണുകൊണ്ട് പഠിക്കണം, കേൾവി കൊണ്ട് പഠിക്കണം. 3 അനുഭവ പഠനം, അനുഭവം കൊണ്ട് പഠിക്കണം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. 12 ക്ലാസ് വരെ പഠിച്ചിട്ടും അവന്റെ പേരെഴുതാൻ അറിയത്തില്ലെന്നാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത തലത്തിലുള്ള സാറ് പറഞ്ഞത്. ഞാനും അതുതന്നെ പറയുന്നു. 12ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് അവന്റെ പേര് നന്നായിട്ട് എഴുതാൻ അറിയത്തില്ല. ഞാൻ പഠിപ്പിച്ച സ്കൂളിലും ഉണ്ട് അതുപോലെ. പിന്നെ ഇവനൊക്കെ എങ്ങനെ ഉരുണ്ട് പേരുണ്ട് അകത്ത് വീഴുന്നു. എനിക്കത് അതിശയമാണ്. എങ്ങനെയാണ് ഈ 95%, 99% വിജയം വരുന്നത്? എൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു 30% വിജയം വരും. എൻ്റെ അനുഭവം ആണ്. അത്രയൊക്കെ ഉള്ളൂ പഠിക്കുന്നവൻ. പണ്ട് പഠിക്കുമായിരുന്നു. പണ്ട് ഇംഗ്ലീഷിന് 35 മാർക്ക് വാങ്ങിക്കാൻ ചക്രശ്വാസം വലിക്കണമായിരുന്നു. ഇംഗ്ലീഷിന് 105 മാർക്ക് കിട്ടാതെ ജയിക്കത്തില്ല. പലരും 8 നിലയെ പൊട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷിന്. ഇപ്പോഴോ ഒറ്റക്ഷരം ഇംഗ്ലീഷ് സംസാരിക്കാത്തവൻ, അറിയാത്തവനാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ പലരും കയറി അടിക്കുന്നേ. പഠിക്കണം. അതാ പറഞ്ഞ പഠിച്ചവൻ ശോഭിക്കും. ആരേനത്തെ പോലെ ശോഭിക്കും. പഠിക്കാത്തവന് ശോഭിക്കാൻ പറ്റില്ല. എനിക്ക് പ്രസംഗിക്കാൻ പേപ്പറൊന്നും വേണ്ട. ഇത് വേണമെങ്കിൽ നാളെ രാവിലെ വരെ പ്രസംഗിക്കാം വിദ്യാഭ്യാസത്തെ പറ്റി. പക്ഷേ അത് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തോട് ഞാൻ പെട്ടെന്ന് നിർത്തും അല്ലേ? അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് പ്രസംഗം. അപ്പൊ ഇവിടുത്തെ അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായി. അതിനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വരണം കേട്ടാ. നിങ്ങളുടെ മാതാപിതാക്കളും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയൊക്കെ പഠിപ്പിച്ചതില്ലയോ? പക്ഷേ പഠിച്ചപ്പോൾ സാറിൻ്റെ കുറ്റം പറഞ്ഞു നടന്നു. സാറിനെ വിളിച്ചത് ജമ്പർ, ജോക്കർ, പൾക്കർ, തിത്തൈ, പള്ളാട്, പല പേരുകളാണ് സാറുമാർക്ക് ഓരോരുത്തർക്കും. സാറിന് പേരിടുന്ന പരിപാടി പണ്ടത് കൂടുതലായിരുന്നു. ഇപ്പം അത്രയില്ല. കാരണം പലരുടെ തല ഇങ്ങനെ കറങ്ങിയിരിക്കുക. ക്ലാസ്സിനകത്തിരിക്കുമ്പോഴും ഇന്നലെ വൈകിട്ട് കണ്ട മൊബൈലിൻ്റെ ഒരു ഗിഡിനെസ് ആണ്. മൊബൈലിൽ കണ്ട ഫോട്ടോ എല്ലാം കൂടി കണ്ണിനകത്തൂടി കയറി ഹായ് ഹൂയ് ഹായ് തീർന്നു. ഇച്ചിരി കഴിയുമ്പോൾ ഇവന് തോന്നും ഈ മൊബൈലിൽ കണ്ട എല്ലാം കൂടി ജീവിതത്തിൽ പകർത്താൻ. അതിനവൻ 12 നിലയുടെ വെളിയിൽ ആടെ ചാടും. ഒന്നും പറ്റത്തില്ല, പറക്കാമെന്നാണ് ഇത് പറയുന്നത്. ഇതടിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ? ഒരുതരം ഹാഷിഷൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒച്ചി സന്ധ്യയൊക്കെ ആകുമ്പോൾ തോന്നും എന്ത് ചെയ്യണം, എനിക്കൊന്ന് പറക്കണം. ഹായ് ഇവ 15 നിലയുടെ മോളിൽ കയറിയിട്ട് ഈ മണ്ടൻ പിശാച് തലേ കയറിയിട്ടുണ്ട്. അറിവില്ലായ്മ. ഇവനെ പഠിപ്പിക്കും, ഇങ്ങനെ തെറ്റ് പഠിപ്പിക്കും. സ്കൂളിലത് പഠിക്കത്തില്ല. ടീച്ചറിനെ എന്നിട്ട് ഇവനെന്ത് ചെയ്യും? 24ാം നിലയുടെ മേളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടും. താഴെ വരുമ്പോൾ ഒരു കൊട്ടക്കത്തിച്ചിരി പെറുക്കിയെടുക്കാനേ ഉള്ളൂ. തെറ്റ് പഠിക്കാനല്ല സ്കൂളിൽ പോകേണ്ടത്, ശരി പഠിക്കാൻ. ഇതൊരു നല്ല സ്കൂളാണ്. ഇവിടെ ദൈവാനുഗ്രഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല മിടുക്കിയ ഒരു അഡ്മിഷൻസൊക്കെ പഴയ പോലെ ഇപ്പോൾ മാർലിൻ സിസ്റ്ററുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ബാക്കിയുള്ളവരെ കൂടി വിളിച്ചുകൊണ്ട് വിട്ടാൽ അടുത്ത തലമുറ ശോഭനമാകും. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുന്നത് കൊണ്ട് എന്ത് പറ്റും? ഇപ്പോൾ ആ മോനല്ല പഠിക്കുന്ന അമ്മയാണ്. ആ അമ്മയാ തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയം പഠിക്കണമെന്ന്. അപ്പനും കൂടി നീ മെഡിസിൻ പഠിച്ചാൽ മതി. എനിക്ക് മെഡിസിൻ വേണ്ട, എനിക്ക് മെഡിസിൻ വേണ്ട, അയ്യോ അയ്യോ. അവൻ കരച്ചില്ല. മെഡിസിൻ നീ അത് പഠിച്ചേ പറ്റൂ. നിനക്ക് ഞാൻ 2 വീലർ എടുത്തു തരാം. 2 വീലർ നീ മെഡിസിന് അന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്ക്. അവനെന്ത് ചെയ്തു? ഈ പുതിയ വണ്ടി കിട്ടി. അതിലോട്ടൊന്ന് കയറി 2-3 ദിവസം ഒന്ന് കറങ്ങി. 4ാമത്തെ ദിവസം ഏതാണ്ട് ഒരു ഉത്സവമാണ്. അവൻ ഇതേ കയറി നല്ല പൊട്ടപ്പെട്ട പുറകിൽ ഒരു കൂട്ടുകാരനെ കൂടി വെച്ച് ഈ താറാവിനെ പോലെ ഇരിക്കുന്ന ബൈക്കാണ്. താറാവിൻ്റെ പുറവശം ഇങ്ങനെ പൊങ്ങിയിരിക്കത്തില്ലേ? അതുപോലെ എന്താണ് ഫ്രണ്ടെല്ലാം കൂടി അവൻ തന്നെ ഭൂമി തൊടുന്ന പോലെ ഇതേലും അങ്ങോട്ട് പറപ്പിച്ച് ദാ കിടക്കുന്നു ബസ്സിൻ്റെ അടിയിൽ. അവിടെയൊന്നും പിറക്കിയെടുക്കാം. കുറെ അസ്ഥിയും ബാക്കി. വിതച്ചത് കൊയ്യും. നന്മ വിതച്ചാൽ നന്മ. പഠനത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യനിൽ 2 ഭാവമുണ്ടല്ലോ സഹോദര, ഇല്ലേ?
ഏതൊക്കെ ഭാവമാ? പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഒന്ന് അസുരഭാവം. അസുരന്മാരുടെ ജോലി എന്തുവാ? എല്ലാം നശിപ്പിക്കുക, കൊല്ലുക, തിന്നുക. മനസ്സിലായോ? ദ്രംഷ്ടങ്ങളൊക്കെ നീട്ടി തകർത്തുകളെ തിന്മ. രണ്ടാമത്തെ എന്താണ്? ദേവഭാവം. അസുരഭാവം വളർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അസുരന്മാരായി മാറും. ദേവഭാവം വളർത്തിയെടുക്കാൻ അവരെ സഹായിക്കുന്ന ഇടമാണ് സ്കൂൾ. ഈ കുഞ്ഞുങ്ങളെ ദൈവമാക്കി, ദേവനാക്കി, ദേവിയാക്കി മാറ്റുവാൻ ഒരു സ്കൂളിന് സാധിക്കുന്നില്ലെങ്കിൽ, മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആ സ്ഥലം ഒരു പരാജയമാണ്. അധ്യാപകൻ ഒരു പരാജയമാണ്, അധ്യാപിക ഒരു പരാജയമാണ്, മാതാപിതാക്കൾ ഒരു പരാജയമാണ്. പഠിപ്പിക്കണം, നല്ലത് ചൊല്ലിക്കൊടുക്കണം. വിദ്യ എല്ലായിടത്തും ഭൂഷണമാണ്. നഭസോ ചന്ദ്രൻ ഭൂഷണം ചന്ദ്രാഹ, അല്ലേ? നഭസിന് ആകാശത്തിന് ഭൂഷണം ചന്ദ്രൻ. നാരീണാം ഭൂഷണം പതീഹി. സ്ത്രീക്കാരാ ഭൂഷണം? ആരാ? അവിടുന്ന് ചിരിച്ചാ പോരാ. ഭർത്താവില്ലാത്ത സ്ത്രീ ഗതികെട്ട് നടക്കേണ്ടി വരും. അയാൾ ജീവിച്ചിരിക്കുമ്പോഴോ അയാളെ പ്രാക്കോട് പ്രാക്ക, കാലൻ, പോത്ത്, എരുമ. ഇത് കേട്ടാ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. കുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോ അമ്മ എന്താ വിളിക്കും? എടി പോത്ത എന്ന് വിളിക്കും, അല്ലേ? ചൊട്ടയിലെ ശീലം ഒന്ന് പറഞ്ഞേ എല്ലാവരും. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അറിഞ്ഞിട്ട് വേണ്ടേ പറയാൻ. ചൊട്ടയിലെ ശീലം കൊല്ലൂർ വരെ എന്നല്ല, ചുടല വരെ എന്ന് പറഞ്ഞ മോച്ചമാർക്ക് അറിയാമോ? വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെയാ? നിങ്ങളിപ്പോ സമ്മാനം തരാം. സിസ്റ്ററോട് പറഞ്ഞേക്കാം ഒരു സമ്മാനം കൊടുക്കാൻ, എൻ്റെ ഇല്ലാത്തോണ്ടാ. വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എവിടെയാ? വീട്ടില്, പിന്നെ കൂട്ടില. എടാ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വയറ്റിലാ. അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തുടങ്ങും. അമ്മ ചിരിച്ചാൽ കുഞ്ഞു ചിരിക്കും, അമ്മ വേദനിച്ചാൽ കുഞ്ഞ് വേദനിക്കും, അമ്മ വീണാൽ കുഞ്ഞിന് മുറിവ്. അമ്മ നിസാരപ്പെട്ട് അല്ലെങ്കിൽ നിരാശയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് പുറന്നു വീഴുമ്പോൾ ഡിപ്രഷനുള്ള കുഞ്ഞായിരിക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലാണ്. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് വിദ്യാഭ്യാസം. എവിടെ അവസാനിക്കുന്നത്? കല്ലറയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മരണം വരെ. ദാറ്റ് ഈസ് വൈ ഇംഗ്ലീഷിൽ പറയുന്നത് education that begins there at the womb of your mother, it ends there at the tomb of your death. അല്ലേ? നിങ്ങളുടെ ടോം വരെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എൻ്റെ PhD എടുത്തത് 52-ാമത്തെ വയസ്സിലാണ്. PhD ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവന്മാരും അങ്ങ് വലിയ അറിവുകാരാണ്. എല്ലാം വലിയ പോലീസിനൊക്കെ പഠിപ്പിക്കുന്ന കണ്ടാൽ അണ്ടനും അടവോടനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ വന്നാണ് IAS പഠിപ്പിക്കുന്നത്. അവർക്കൊന്നും പ്രവർത്തിക്കാൻ വയ്യാതായി. കാരണം എന്താണ്? അറിവിനെ പുച്ഛിക്കുന്ന ലോകം, വേണ്ടാത്ത സ്വഭാവം പഠിച്ചെടുത്തതിന് കാരണം ഇവർക്കൊന്നും വിദ്യാഭ്യാസമില്ല. അറിവുള്ളവൻ എളിമപ്പെടും, നല്ല വിദ്യാഭ്യാസമുള്ളവൻ എളിമപ്പെടും. സാറിനെ കണ്ടാൽ, സാറേ മോണി, ഇപ്പോഴത്തെ പിള്ളേർ സാറിനെ കണ്ടല്ലോ, താനവിടെ പോടും. ഈ സ്വഭാവം. സാറിനെ പുച്ഛം, അപ്പനെ പുച്ഛം, അമ്മയെ പുച്ഛം, ലോകത്തെ പുച്ഛം. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ പലരും നേടിയെടുക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റി? വിദ്യാഭ്യാസത്തിന്റെ പോക്ക് തെറ്റായ രീതിയിലാണ്. എന്താണ് 5 year പ്ലാൻ എന്നും പറഞ്ഞ് 50,000 കോടി. എന്തിനാ 50,000 കോടി അനുവദിക്കുന്നത്? നല്ല അധ്യാപകർ സ്കൂളിലുണ്ടെന്ന് ഉറപ്പുവരുത്തി, നല്ല പഠനം നടക്കുന്നെന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ വേണം കമ്മീഷൻ. അല്ലാതെ ഇതൊന്നും മെച്ചപ്പെടുത്തില്ല. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടാകണം. Necessity is the mother of invention. Necessity. The students must feel the need of education. Let them study or let them love knowledge. Then they will become wise men. അവരെ വിജ്ഞാനികളായി മാറും. അറിവിനെ സ്നേഹിക്കണം. മനസ്സിലായോ? അറിവ് നമ്മളെ
ചില കാര്യങ്ങളെപ്പറ്റി പ്രബോധിപ്പിക്കും. അറിവ് നമ്മളെ ഫോം ചെയ്യും. അറിവ് നമ്മളെ മാറ്റിയെടുക്കും. മൂന്നാമത്തെ തലമ അറിവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. ആകപ്പാടെ നമ്മളെ രൂപാന്തരപ്പെടുത്തും. അറിവ് നമ്മളെ ട്രാൻസ്ഫിഗറൈസ് ചെയ്യും. അതാണ് രൂപമാറ്റം പറ്റും. ഉള്ളില് അതൊക്കെ അങ്ങ് മാറും. ആളങ്ങ് മാറുകയാണ്. ആള് മാറി സാത്വികനായി മാറുകയാണ്. അറിവാണ് സാത്വികൻ. അറിവുള്ളവനാണ് സ്വാത്വികൻ. അതാണ് APJ അബ്ദുൽ കലാമിലൊക്കെ നമ്മൾ കാണുന്നത്. അറിവിന്റെ നിറവിൽ നിൽക്കുന്ന മനുഷ്യൻ എളിമപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകം കിട്ടിയാലൊന്ന് വായിക്കണം. വാട്ട് ഈസ് നോളജ്? എന്താണ് അറിവ്? അദ്ദേഹം പറഞ്ഞത് സിംപ്ലിസിറ്റി ഈസ് ദ സൈൻ ഓഫ് നോളജ്. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ആളുകൾക്ക് അല്പം ഐശ്വര്യം കിട്ടിയ പോലെ അർദ്ധരാത്രിക്കും കുട പിടിക്കും. ആ പാടെ 12ാം ക്ലാസ്സും പഠിച്ചിട്ടുണ്ട്. അവൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇതുപോലെ കിട്ടിയത് അച്ഛന് ഡോക്ടറേറ്റ് അല്ലേ ഉള്ളൂ, എനിക്ക് അതിനേക്കാൾ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. കാര്യം എന്താ? ആരെയും പഠിപ്പിക്കുന്ന സമൂഹത്തിന് ഇഷ്ടമല്ല. അത്രമാത്രം സമൂഹം വഷളായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മുടെ സ്കൂളുകളിൽ വേണ്ടുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് നൽകണം. അതിനെന്ത് ചെയ്യണം? സ്കൂളിൻ്റെ രീതിയിൽ വിടണം. വേണ്ടാത്തവരെല്ലാം സ്കൂളിനകത്തോട്ട് കയറരുത്. അധ്യാപകൻ പഠിപ്പിക്കുന്നിടത്ത്, രക്ഷകർത്താക്കളും കൂടി ചേർന്ന് പഠിപ്പിക്കുന്നിടത്ത് മാർച്ച് 5-ന് സമരം, മാർച്ച് 11-ന് സമരം, മാർച്ച് 19-ന് സമരം. എന്തോരു സമരം! ഇവരൊക്കെ പിള്ളേരെ നന്നാക്കാൻ വരുന്നവരാണ്. തകർന്ന് തരിപ്പണമാക്കുന്നത് ഇതുപോലുള്ള രീതികളും പ്രത്യയശാസ്ത്രങ്ങളുമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതുകൾ നിങ്ങളെത്താൻ. പോരെ സിസ്റ്ററെ, ഇനിയും പോയാൽ ഒത്തിരി പോകും. അപ്പോൾ ട്രാൻസ്ഫിഗറേഷൻ, സെൽഫ് റിയലൈസേഷൻ. എന്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് വൺ സെൽഫ്. മാനിഫെസ്റ്റേഷൻ. നല്ല വിദ്യാഭ്യാസമുള്ളവനെ കണ്ടാലറിയാം, അവനെ കേട്ടാലറിയാം. അവന്റെ ആ ഒരു ഇരുത്തം വന്ന സ്വഭാവം. അല്പന ഐശ്വര്യം കിട്ടുന്നവനെ കണ്ടാലറിയാം. 3 അക്ഷരം പഠിച്ച ഏതാണ്ട് ഒരു നല്ല സ്വഭാവം ഇല്ലാത്ത ആളുകൾ വന്ന് എന്തോടെ എവിടെ ഇരിക്കുന്നത്, പോടാ ഏതൊരു പിതാവാ, എന്തൊരു പിതാവ്, ആരുടെ പിതാവ് എന്നും പറയാൻ തുടങ്ങും. മനസ്സിലായോ? ഞാൻ പിന്നെ ഉദാഹരിക്കേണ്ട ഓരോ സ്ഥലത്തെയൊന്നും. ഉദാഹരിച്ച് പോയാൽ ഞാൻ ഒത്തിരി ഉദാഹരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഞാൻ സമയം കിട്ടിയാൽ നല്ല പോലെ ആശയങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും അച്ഛൻ്റെ പ്രസംഗം ഇപ്പോഴും കട്ടിയാണ്. കാരണം ഞാൻ ഇന്നിച്ചിരി കട്ടി കുറച്ചതാണ് സാറേ. മനസ്സിലായി? പഠിക്കാൻ പോണ സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ അയക്കേ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേരെ അയച്ചിട്ടുണ്ടല്ലോ. ഇനി അയക്കാനുള്ളവരെ ഏതെങ്കിലും അമ്പരചുംബികളായ കെട്ടിടങ്ങളിൽ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് അവൻ ചാടാൻ സാധ്യതയുണ്ട്. കാരണം അവൻ പഠിക്കാനല്ല പോകുന്നത്, കമ്പനി കൂടെ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ കമ്പനി, പിന്നെ ഹാഷിഷ്, ഹെയർ ഓയിൽ, പിന്നെ തലപ്പരട്ടുന്ന ഓയിൽ, കയ്യെപ്പരട്ടുന്ന ഓയിൽ, കുത്തിവെക്കുന്ന കുന്തം, സിറിഞ്ച്, ബോണറ്റ്, ബാണറ്റ്, കത്തി, കുന്തം, കുടച്ചക്രം. ഇതൊക്കെയാ പിള്ളേർ പഠിച്ചുകൊണ്ട്. ഞാൻ കത്തി പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒരുത്തം വന്നിട്ടുണ്ട് സ്കൂളിൽ. അപ്പം സാറുമാരുടെ ടീച്ചേഴ്സ് ആലിലവർ പറയ്ക്കുക, ഇത്രയും വലിയൊരു, അവൻ്റെ ഒപ്പം പട്ടക്കാളക്കാരനോ ഏതാണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു കയറെ കെട്ടി തൂക്കിയിട്ടിരിക്കുക. അപ്പം ക്ലാസ്സിൽ പിള്ളേരെ ബെഞ്ച് നീക്കുന്ന സമയത്ത് ആരോ കണ്ടു ഇത്. സ്കൂളിൽ മുഴുവൻ അലർച്ചയായി. കത്തി കൊണ്ടുവന്നേ രാജേഷ്, കത്തി കൊണ്ടു. ആർക്കും എടുക്കാൻ വയ്യ. അപ്പം ഞാൻ വേറെ ആരും വയ്യപ്പോൾ ഞാനെന്ത് ചെയ്യും? ഞാൻ ചെന്ന് ഒരെണ്ണ ഇട്ടാൻ കൊടുത്തു. എടാ കത്തി ചൂരൽ കൊണ്ട് കേട്ടോ. ഞാൻ ചൂരൽ കൊണ്ട് പിള്ളേർക്ക് ന്യായമായ തെറ്റ് കണ്ടാൽ ശാസന കൊടുക്കും. അതെന്ന് സാറുമാർ താത്തു വെച്ചോ അന്ന് നാട് തകർന്നു തുടങ്ങി. അമിത സ്വാധീനം പോലീസിന്റെ മേൽ എന്ന് ചെലുത്തി തുടങ്ങിയോ അന്നവർ മൃഷയില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന അധ്യാപകരുടെ വില നഷ്ടപ്പെടുത്തിയോ ഈ മാതാപിതാക്കൾ, ഈ സമൂഹം, അന്നു മുതൽ അധ്യാപകരുടെ മൃഷ നശിച്ചു. അവർ സ്കൂളിൽ വെറുതെ പോവുകയാണ്, അടിമകളെ പോലെ പോവുകയാണ്. അവിടെ പോയിരുന്ന് എന്തേലും പറയും. കുട്ടി നേരെ ഇരിക്കാൻ പറഞ്ഞാൽ പിറ്റേ ദിവസം ടീച്ചറിനെ ശരിയാക്കാൻ 7 പേര് ആ സ്കൂളിൽ വരുന്നു. വന്നിട്ടുണ്ട് പട്ടത്ത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വന്നത്? നിങ്ങൾ എന്തിനു വന്ന്? ആ ടീച്ചറിനൊന്ന് കാണണം, ശരിയാക്കിയിട്ട് പോകും. ടീച്ചറ്
ക്ലാസ് മുറിയിൽ നിന്ന് ആലിലവ പോലും വിറയ്ക്കുക. ഇതൊക്കെ ഇന്നത്തെ സമൂഹം, വിദ്യാഭ്യാസം. അതുകൊണ്ട് ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? നേതാക്കന്മാരും ലോകത്തെ നയിക്കേണ്ടവർ ഭരണകർത്താക്കൾ ആരുമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസത്തെ പരിശുദ്ധിയോടെ കാണുകയും അത് കൈകാര്യം ചെയ്യുന്നവരെ അക്കാര്യം ഏൽപ്പിച്ച് നിങ്ങളൊക്കെ ഒരു സൂപ്പർവിഷൻ മാത്രം നടത്തിയാൽ മതി. അതിനകത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക നൽകുന്ന ഒന്നും പാടില്ല. കൊള്ളാം, നല്ല കുഞ്ഞുങ്ങളെ, ഈ സ്കൂളിലെ നല്ല അധ്യാപകരെ, നല്ല നേതൃത്വം നൽകുന്ന മാർലിൻ സിസ്റ്റർ, മുൻ നേതൃത്വം നൽകിയ ഏബൽ സിസ്റ്റർ, അതിനുമുമ്പ് മേഴ്സി സിസ്റ്റർ, ഇവരെല്ലാവരും ഓർക്കുന്നു. നമുക്ക് വിദ്യ ആർജിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കുക എന്നാണ്, ആത്മീയത നേടുക എന്നാണ്. ആത്മാവില്ലാതെ ഒരുത്തനും നേടാനൊന്നും പറ്റില്ല. എന്താണ് ഐൻസ്റ്റൈൻ പറയുന്നത്? ദൈവമില്ലാതെയുള്ള, മതമില്ലാതെയുള്ള ശാസ്ത്രം അന്ധമാണ്, പൊട്ടക്കണ്ണാണ്, അന്ധാരമാണ്. മനുഷ്യന് മുന്നോട്ട് പോകാൻ മതം വേണം, നല്ല മതം. ദൈവത്തെ കാണിച്ചു കൊടുക്കണം, യഥാർത്ഥ ശരി, യഥാർത്ഥ സത്യം. ദൈവത്തെ വിഴുങ്ങുന്നവരാകരുത്. ഇതാണ് നമുക്ക് ആവശ്യം. സയൻസ് വിത്തൗട്ട് ഗോഡ് ഈസ് ബ്ലൈൻഡ്, and education without science is lame. മുടന്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏതാ ബെറ്റർ, ഏതാ കൂടുതൽ പവർഫുൾ? ഗോഡ് അബവ്, ഗോഡ് ഹെവൻ അബവ്. കൊള്ളാം, എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഈ സ്കൂള് എനിക്ക് തോന്നുന്നു ഈ നാടിനൊരു വലിയ വെളിച്ചമായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന അതേ ശക്തി ഈ സ്കൂളിൽ ഉണ്ടാകണം. പണ്ട് 600-700 പിള്ളേരൊക്കെ പഠിച്ച സ്കൂളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാനഡയിലും ഒറീസയിലും ആൻഡമാനിലും നിക്കോബാർ ദ്വീപിലും ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളൊന്നും പഠിക്കാൻ കിട്ടുന്നില്ല. എന്നിരുന്നാലും അതെല്ലാം പോവും, ആ കാലമെല്ലാം പോവും. എല്ലാവരും തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വരും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും there are certain positive elements with regard to this school. പലതും ഉണ്ട്, അതെല്ലാം കൂടി പറയുന്നില്ല. ഒന്നാമത് ദൈവത്തെ കിട്ടും, ദൈവിക കാര്യങ്ങൾ പഠിക്കാം, സംസ്കാരം ഉണ്ടാകും, സംസ്കൃതി ഉണ്ടാകും, ജീവിതം ധന്യമാകും, ശ്രേഷ്ഠമാകും. എപ്പോഴും അധ്യാപകരുടെ, സിസ്റ്റർമാരുടെ ഒക്കെ ഒരു പ്രാർത്ഥന ശക്തി ഉണ്ടാകും. ഒരു ദേവാലയത്തിൻ്റെ ശക്തി നിങ്ങളെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പോകുന്നിടത്തൊന്നും ഒരാപത്തും സംഭവിക്കാതെ സർവശക്തൻ അല്ലാഹു, ഈശ്വരൻ, ജഗദീശ്വരൻ, വിശ്വനാഥൻ നിങ്ങളെ കരങ്ങളിൽ വഹിക്കട്ടെ. ഇന്നത്തെ 37ാമത് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ദൈവീക നന്മകൾ, ആത്മീക നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ സന്തോഷത്തിൽ ആറാടണം. പക്ഷെ ആറാടിയാലും ആരെ മറക്കരുത്, ആനക്കലി കയറിയാലും അകബോധം വിടരുത്. ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ഈശ്വരൻ്റേതാണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളുടേതാണ്. ഈ ചിന്ത നഷ്ടപ്പെടുത്താതെ ജീവിച്ചാൽ ശ്രേഷ്ഠരായി തീരും. എല്ലാ ആശംസകളും നൽകുന്നു. ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മതസൗഹാർദ്ദത്തിന്റെ മണിമുഴക്കം. നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് ഭാരതീയ സംസ്കാരമാണ്. ഭാരത സംസ്കാരം മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു മാതൃകയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന തുടങ്ങി പല മതവിശ്വാസങ്ങൾ നൂറ്റാണ്ടുകളായി ഒത്തൊരുമയോടെ ജീവിക്കുന്ന മണ്ണാണിത്. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്ന ഉദാത്തമായ ചിന്തയാണ് ഭാരതീയരുടെ അടിസ്ഥാനം. വർത്തമാനകാലത്ത് ഭിന്നതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘടകങ്ങളെ തള്ളിക്കളഞ്ഞ് സാഹോദര്യവും സ്നേഹവും നിലനിർത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. മതസൗഹാർദ്ദമാണ് ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആധാരശില. ആ മഹത്തായ സംസ്കാരം നമുക്ക് നിലനിർത്താം. For this, I invite our 3 extraordinary talented students to the stage.